നമസ്കാരം. ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ ഗാസയിലും പലസ്തീൻ്റെ വിവിധ മേഖലകളിലും ലബനോണിലും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന നരനായാട്ടിനെ ലോകം മുഴുവൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ പോലും തള്ളിക്കളഞ്ഞ ഒരു കാലയളവിൽ, എന്തിനേറെ ആ തള്ളിക്കളഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് കാലുകുത്താൻ പോലും അനുവദിക്കാത്ത രൂപത്തിൽ ഇസ്രായേലിൻ്റെ ഫാസിസം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ ചില സംഘപരിവാർ ശക്തികൾ മാത്രം ഈ അക്രമത്തെ ന്യായീകരിക്കാൻ വേണ്ടി മത്സരിക്കുകയാണ്. പലപ്പോഴും അവർ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇതിനെ വ്യാപകമായിട്ട് ഇസ്രായേലിനെ ന്യായീകരിക്കുകയാണ്. അതിനവർ കൂട്ടുപിടിക്കുന്നത് ചില എക്സ് മുസ്ലിം എന്ന പേരിൽ അറിയപ്പെടുന്ന ശക്തികളെയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം, പലസ്തീൻ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1917 നവംബർ മാസം 2-ാം തീയതി പ്രഖ്യാപിക്കപ്പെട്ട ബാൾഫർ പ്രഖ്യാപനമാണ് പാലസ്തീനികളുടെ ജീവിതത്തിൽ ഇരുട്ട് പരത്തിയത്. ജൂതന്മാർക്ക് ഒരു പ്രത്യേക രാജ്യം പാലസ്തീനിൽ സ്ഥാപിക്കുമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ആർതർ ബാൽഫർ പ്രഖ്യാപിച്ചത് അന്നേ ദിവസമാണ്. അദ്ദേഹം പ്രഖ്യാപനം എഴുതി കൊടുത്തതാവട്ടെ ബ്രിട്ടീഷ് സിയോണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായ ലേണൽ വാൾട്ടർ റൂത്ത്ഷീൽഡിനും. അന്നു മുതൽ ബ്രിട്ടൻ്റെ സഹായത്തോടുകൂടി ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ജൂതന്മാർ പാലസ്തീനിലേക്ക് കരുതിക്കൂട്ടി കുടിയേറാൻ തുടങ്ങി. 1917 പാലസ്തീനിലെ ജൂത ജനസംഖ്യ കേവലം 6% മാത്രമായിരുന്നെങ്കിൽ 1935 അത് 27%, 1948 അത് 33%-മായി വർദ്ധിച്ചു. 1948 പാലസ്തീനിലെ ജൂത ജനസംഖ്യ 3,76,415 വർദ്ധിച്ചു. ജൂത കുടിയേറ്റത്തിലൂടെ തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് പലസ്തീനികൾ തിരിച്ചറിഞ്ഞത് വളരെ വൈകിയാണ്. 1936 മുതൽ 39 വരെ അവരുയർത്തിയ കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു, തല്ലിച്ചതയ്ക്കപ്പെട്ടു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ മികച്ച യുദ്ധപരിചയം നേടിയ ജൂത കുടിയേറ്റക്കാർ സാധാരണ പാവപ്പെട്ട കൃഷിക്കാരായ പാലസ്തീനികളെ അതിക്രൂരമായി ആക്രമിച്ചു. അവരെ വീടുകളിൽ നിന്ന് ആട്ടിയോടിച്ചു. അവരുടെ കൃഷിസ്ഥലങ്ങൾ കയ്യേറി. 1947 ബ്രിട്ടൻ പാലസ്തീന് സ്വാതന്ത്ര്യം കൊടുത്തത് തികച്ചും നീതിരഹിതമായിട്ടായിരുന്നു. 33% വരുന്ന ജൂതന്മാർക്ക് 55% ഭൂമിയും 67% വരുന്ന പാലസ്തീനികൾക്ക് 45% ഭൂമിയുമാണ് നൽകിയത്. 33% ജൂതന്മാരിൽ തന്നെ 27% അനധികൃതമായി ഇസ്രായേലിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറിയവരായിരുന്നു. 1948 അറബ് ഇസ്രായേൽ ഏറ്റുമുട്ടലിൽ സിയോണിസ്റ്റ് ആക്രമണത്തിൽ 7,50,000 പലസ്തീനികൾ അഭയാർത്ഥികളാക്കപ്പെട്ടു. പഴയ പാലസ്തീൻ്റെ 78% ഇസ്രായേൽ കൈവശപ്പെടുത്തി. അവശേഷിക്കുന്ന 22%, അതായത് വെസ്റ്റ് ബാങ്ക്, ഗാസ എന്നീ ഭാഗങ്ങൾ മാത്രമായിരുന്നു പാലസ്തീൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ കിഴക്കൻ ജെറൂസലേമും വെസ്റ്റ് ബാങ്കും ഗാസയും ഇസ്രായേൽ പിടിച്ചെടുത്തു. പാലസ്തീനികൾക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള കിഴക്കൻ ജെറൂസലേം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഒരേപോലെ പവിത്രമായ പ്രദേശമായിരുന്നു. 1967 യുദ്ധത്തിൽ 3 ലക്ഷം പാലസ്തീനികൾ കൂടെ അഭയാർത്ഥികളാക്കപ്പെട്ടു. 1993 ഓസ്ലോ ഉടമ്പടിയോടെ പാലസ്തീൻ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് ലോകം പ്രതീക്ഷ കണ്ടു. നോർവേയുടെ തലസ്ഥാനമായ ഓസ്ലോയിൽ വെച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാഖ് റബീനും പാലസ്തീൻ നേതാവ് മഹ്മൂദ് അബ്ബാസും ചർച്ച ചെയ്ത് തയ്യാറാക്കിയതായിരുന്നു ഓസ്ലോ കരാർ. വാഷിംഗ്ടൺ DC വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഇസാഖ് റബീനും യാസർ അറാഫത്തും തമ്മിൽ കരാർ ഒപ്പുവെച്ചത്. കരാർ പ്രകാരം വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേൽ സേന പിൻവലിയുകയും അവിടങ്ങളിൽ പാലസ്തീൻ അതോറിറ്റിയുടെ സ്വയംഭരണം നടപ്പിലാക്കുകയും ചെയ്യേണ്ടിയിരുന്നു. 5 വർഷത്തെ ഭരണ കൈമാറ്റ കാലയളവിൽ ജെറൂസലേമിൻ്റെ ഭാവി, പാലസ്തീൻ അഭയാർത്ഥി പ്രശ്നം, ഇസ്രായേലിൻ്റെ കുടിയേറ്റ മേഖലകൾ, സുരക്ഷാ മാർഗങ്ങൾ, അതിർത്തികൾ, വിദേശകാര്യം എന്നിവയിൽ തീരുമാനമെടുക്കേണ്ടിയിരുന്നു. പാലസ്തീൻ സ്വയംഭരണ അതോറിറ്റിക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, നികുതി, ടൂറിസം മേഖലകളിൽ അധികാരം കൈമാറേണ്ടതായിരുന്നു. 1994 മെയ് 4 ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ വെച്ച് തയ്യാറാക്കിയ അനുബന്ധ കരാർ പ്രകാരം
വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറാനും അവിടെ പാലസ്തീൻ സ്വയംഭരണം നടപ്പിലാക്കാനും തീരുമാനിച്ചു. 1994 മെയ് 4 ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിൽ വെച്ച് തയ്യാറാക്കിയ അനുബന്ധ കരാർ പ്രകാരം വെസ്റ്റ് ബാങ്കിൽ നിന്നും ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറാനും അവിടെ പാലസ്തീൻ സ്വയംഭരണം നടപ്പിലാക്കാനും തീരുമാനിച്ചു. 1995 സെപ്റ്റംബർ 28 ഇസാഖ് റബീൻ, ഷിമോൺ പെരസ്, യാസർ അറാഫാത്ത് എന്നിവർ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൻ്റെ സാന്നിധ്യത്തിൽ രണ്ടാം ഓസ്ലോ കരാർ ഒപ്പിട്ടു. പാലസ്തീൻ്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഈ കരാറിൽ തയ്യാറാക്കി. പാലസ്തീൻ അതോറിറ്റിയിലേക്ക് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടത്തുകയും ജെറൂസലേമിലെ പലസ്തീനികൾക്കും പ്രസ്തുത തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം കൊടുക്കുകയും ചെയ്യുമെന്ന് തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പിന് മുമ്പായി വിവിധ പലസ്തീനിയൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ സേനയെ പിൻവലിക്കുമെന്ന് തീരുമാനിച്ചു. കരാർ പ്രകാരം വെസ്റ്റ് ബാങ്കിനെയും ഗാസയെയും 3 വിഭാഗമായി തിരിച്ചു. എ വിഭാഗത്തിൽ പൂർണ്ണമായും പാലസ്തീനിയൻ ഭരണവും സൈന്യവും, ബി വിഭാഗത്തിൽ പാലസ്തീൻ ഇസ്രായേൽ സംയുക്ത ഭരണവും സൈന്യവും, സി വിഭാഗത്തിൽ സമ്പൂർണ്ണ ഇസ്രായേൽ ഭരണവും സുരക്ഷയും. ഈ കരാർ പ്രകാരവും കേവലം 18% മേഖലയിലാണ് പാലസ്തീൻ അതോറിറ്റിക്ക് അധികാരമുണ്ടായിരുന്നത്. 22% ബി വിഭാഗത്തിൽ സംയുക്ത അധികാരത്തിലും 60% മേഖല ഇസ്രായേൽ അധികാര പരിധിയിലുമായിരുന്നു. അതുകൊണ്ടും തൃപ്തിപ്പെടാതെ ഇസ്രായേൽ കരാർ പരസ്യമായി ലംഘിച്ചുകൊണ്ട് പാലസ്തീൻ മേഖലയിലേക്ക് ജൂത കുടിയേറ്റം പ്രോത്സാഹിപ്പിച്ചു. ഇസ്രായേലിനെ ഒരു രാജ്യമായി അംഗീകരിക്കണമെന്നും ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തിന് ഭീഷണി ഉണ്ടാവില്ലെന്നും 2 ഉറപ്പുകൾ നൽകിക്കൊണ്ട് ആയുധം താഴെ വെച്ച് സമാധാന മാർഗത്തിലേക്ക് തിരിഞ്ഞ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും പാലസ്തീൻ ജനതയും തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി തിരിച്ചറിഞ്ഞു. കരാർ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇസ്രായേലിൻ്റെ പ്രതിപക്ഷ നേതാവ് പരസ്യമായി മുസ്ലിങ്ങളുടെ പുണ്യസ്ഥലമായ മസ്ജിദുൽ അക്സയിലേക്ക് അനധികൃത സന്ദർശനം നടത്തി. കലാപത്തിന് പരസ്യമായി പ്രേരണയുണ്ടാക്കി. ബെഞ്ചമിൻ നെതന്യാഹു കരാർ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിക്കൊണ്ടിരുന്നു. അതോടെ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാനുള്ള ബിൽ ക്ലിൻ്റൻ്റെ ശ്രമം സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇതിനിടെ കരാർ ഒപ്പിട്ട ഇസാഖ് റബീനെ പരസ്യമായി വെടിവെച്ച് കൊന്നത് പ്രശ്നത്തെ കൂടുതൽ സങ്കീർണമാക്കി. 20 കിലോമീറ്റർ ചുറ്റളവിൽ ലോകത്തെ ഏറ്റവും വലിയ തുറന്ന ജയിലായ ഗാസയിലെ ജനങ്ങൾ അതിക്രമം കാണിച്ചതാണ് ഇന്ന് പലരും വലിയ തെറ്റായി വിവരിക്കുന്നത്. ഓരോ ദിവസവും ഇസ്രായേൽ കൊന്നൊടുക്കുന്ന പലസ്തീനികളെക്കുറിച്ച് ഒരു ചർച്ചയും ഉയരുന്നില്ല. പാലസ്തീനികളുടെ കൃഷിസ്ഥലങ്ങളും വീടുകളും കയ്യേറി കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് വൈകാരികതയില്ല. ജനിച്ച നാട്ടിൽ നിന്ന് ആട്ടിയൊടിക്കപ്പെടുന്ന പാലസ്തീനികൾക്ക് നീതി ലഭിക്കേണ്ടതിനെക്കുറിച്ച് ചർച്ചയില്ല. അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട്, കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസം പോലും നിഷേധിക്കപ്പെട്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ നരക ജീവിതം നയിക്കുന്ന പലസ്തീനികളെക്കുറിച്ച് ചർച്ചയില്ല. ചില സംഘപരിവാർ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത് പാലസ്തീനികൾ ഇസ്രായേലിനെ ആക്രമിച്ചതുകൊണ്ടല്ലേ തിരിച്ചടി ഉണ്ടായത് എന്നാണ്. പതിറ്റാണ്ടുകളായി കൂട്ടിലടയ്ക്കപ്പെട്ട, ചരിത്രപരമായി പലതവണ വഞ്ചിക്കപ്പെട്ട, ഓരോ ദിവസവും സ്ത്രീകളും കുട്ടികളും നിരപരാധികളും കൊന്നൊടുക്കപ്പെടുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ സ്വാഭാവിക പ്രതികരണമാണ് ഗാസയിൽ കണ്ടത്. ഇസ്രായേൽ ഓരോ ദിവസവും വെടിവെച്ച് കൊല്ലുന്ന പലസ്തീനി ബാലന്മാരുടെ കഥയും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും 1917 മുതൽ ഗാസ യുദ്ധം വരെ കൊന്നൊടുക്കിയതിനെക്കുറിച്ചോ ലക്ഷക്കണക്കിന് ആളുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ആട്ടിയോടിച്ചതിനെക്കുറിച്ചോ സംഘപരിവാറിന് മിണ്ടാട്ടമില്ല. ലോകത്തെവിടെയായാലും മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക, കൈയടിക്കുക എന്നതാണ് സംഘപരിവാറിൻ്റെ അജണ്ട. പക്ഷേ പലസ്തീനിൽ 1948 10% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത് കേവലം 1% മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഇതേക്കുറിച്ച് സംഘപരിവാറിന് യാതൊരു പ്രതികരണവുമില്ല. സിയോണിസ്റ്റുകൾ ലക്ഷ്യം വെക്കുന്നത് ഏതെങ്കിലും ഒരു മത വിഭാഗത്തെ മാത്രമല്ല, ഒരു ജനവിഭാഗത്തെയാണ്. ഇന്ന് വെസ്റ്റ് ബാങ്കിൽ കേവലം 45,000 ക്രിസ്ത്യാനികളും ഗാസയിൽ 1000 ക്രിസ്ത്യാനികളും മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്നേ വരെ ക്രിസ്ത്യാനികൾക്കെതിരെ ഈ മേഖലകളിൽ ഒരു അക്രമവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു ക്രിസ്ത്യൻ ചർച്ചും പലസ്തീനിൽ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങളിൽ സ്വയം രക്ഷാർത്ഥം ഇസ്രായേലിലെയും പാലസ്തീനിലെയും ക്രിസ്ത്യാനികൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അമേരിക്കയിലേക്കും ഓടി രക്ഷപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ എത്ര തന്നെ ആയുധമെടുത്താലും, അമേരിക്ക എത്ര തന്നെ സഹായിച്ചാലും സ്വതന്ത്ര പാലസ്തീൻ രൂപീകൃതമാവാതെ
പാലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നുമില്ല. ഇസ്രായേലിന് സമാധാന ജീവിതം ഉറപ്പുവരുത്താനും സാധിക്കാൻ പോകുന്നില്ല. നന്ദി, നമസ്കാരം.